കഴിഞ്ഞ ദിവസം പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ചെയ്ത വീഡിയോയ്ക്ക് വലിയ പ്രതികരണമാണ് ലഭിച്ചത്. അതിൽ കൂടുതലും ഞങ്ങളുടെ അഭിപ്രായത്തെ എതിർത്തുകൊണ്ടുള്ള പ്രതികരണമാണ് കണ്ടത്. കാര്യങ്ങൾ ഒട്ടും ബോധ്യപ്പെടാതെയാണ് എതിർപ്പുകൾ പറഞ്ഞതെന്ന് കരുതുന്നില്ല. ബോധപൂർവം ആർക്കോ വേണ്ടിയുള്ള ഒരു പൊങ്കാലയാണ്. തങ്ങളാണ് കൊണ്ടുവന്നതെന്ന് മേനി നടിക്കുവാൻ ചില രാഷ്ട്രീയക്കാർ വ്യഗ്രത കാണിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ അവർ അവരുടെ തറവാട്ടിൽ നിന്നുള്ള പണമല്ല അതിൻ്റെ ചെലവ് കാശായി കൊണ്ടുവരുന്നത്. നമ്മൾ GST അടയ്ക്കുന്ന പണത്തിൽ നിന്ന് തന്നെ വേണം കോടാനുകോടി രൂപ ഇതിനു വേണ്ടി കണ്ടെത്താൻ. ഒരു ജില്ല രൂപീകരിക്കുവാൻ വേണ്ടി പ്രാഥമികമായി ചെലവാക്കുന്ന 500 കോടി രൂപ താലൂക്കുകളെ ജില്ലാ ആസ്ഥാനവുമായി ബന്ധപ്പെടുത്തി മിനിമം 4 നിര ഗതാഗതത്തിന് ഉതകുന്ന റോഡ് സ്ഥാപിച്ചാൽ മാത്രം മതി ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകാൻ. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരെ അവരെ നിലയ്ക്ക് നിർത്തുവാൻ അറിയാൻ പാടില്ലാത്തത് തന്നെയാണ് കേരളത്തിൻ്റെ പരാജയം, ഇന്ത്യയുടെ പരാജയം. എല്ലാ സർക്കാർ വകുപ്പും ഈ യുഗത്തിലാണെന്നാണ് വൈപ്പ്. എല്ലാ അപേക്ഷകളും സമാന്തര ഭരണകേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്ന അക്ഷയ ജനസേവന കേന്ദ്രം വഴി വൻതുക ഫീസ് നൽകിയാണ് നൽകേണ്ടത്. കോടതികൾ പോലും കേസ് നടത്തിപ്പ് ഓൺലൈനാക്കി. ഇനി വരുന്നത് AI ഭരണകാലവുമാണ്. ഇങ്ങനെ അതിവേഗം മാറുന്ന കാലഘട്ടത്തിൽ ഇനി എന്തിന് പുതിയ ഓഫീസുകൾ? ചിന്തിക്കണം. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുവാൻ നാടെങ്ങും ഓഫീസ് വേണോ? വിമാനയാത്രയ്ക്കായി വിമാന കമ്പനികൾക്ക് വാർഡുകൾ തോറും ഓഫീസുണ്ടോ? ഒരു കാലത്ത് വിദ്യാഭ്യാസപരമായി ഏറ്റവും പിന്നിൽ നിന്ന മലപ്പുറം ജില്ല ഇന്ന് ഏറ്റവും മുൻപന്തിയിലെത്തിയത് പുതിയ ജില്ല വന്നതുകൊണ്ടല്ല, ആർജവമുള്ള നേതാക്കൾ അവിടെ നിന്ന് ഉയർന്നു വന്നതുകൊണ്ടാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പണിതുയർത്തിയ മെഡിക്കൽ കോളേജ് ഇന്നും ബാലാരിഷ്ഠിതമാറാത്തത് ഭരണത്തിലുണ്ടായിരുന്നവരുടെ കഴിവുകേട് തന്നെയാണ്. ഉള്ള മെഡിക്കൽ സ്ഥാപനങ്ങൾ നന്നായി നടത്തിയിട്ട് പോരെ പുതുതായി തുടക്കമിടുന്നത്. ഹരിപ്പാട്ടും തിരുവനന്തപുരത്തും പുതിയ മെഡിക്കൽ കോളേജ് ആരംഭിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. ആലപ്പുഴയിലും ഇപ്പോഴുള്ള തിരുവനന്തപുരത്തെയും മെഡിക്കൽ കോളേജുകൾ ഭംഗിയായി നടത്തിയിട്ട് പോരെ പുതിയത്? തലപ്പത്തിരിക്കുന്ന മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും അതിനുള്ള ആർജവം ഇല്ലാത്തതിന് കാരണം അമ്പൊന്നു കൊള്ളാത്തവർ ആരുമില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞതുപോലെ ഈ വക ഏടാകൂടങ്ങളിൽ പോയി തലവെച്ചു കൊടുക്കാത്തവർ കുറവായതുകൊണ്ട് തന്നെയാണ്. തൻ്റെ മകളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിനായി പാലാ മുനിസിപ്പാലിറ്റിയെ സമീപിച്ച ഒരു പിതാവിന് മറ്റു ചില മുനിസിപ്പാലിറ്റികളിലുണ്ടായ അനുഭവങ്ങൾക്ക് വിരുദ്ധമായി 1 മണിക്കൂറിനുള്ളിൽ തന്നെ അത് ലഭ്യമായപ്പോൾ അതിനുള്ള കാരണം അന്വേഷിച്ചു. കോളേജ് പ്രൊഫസറായ മുനിസിപ്പൽ ചെയർമാൻ ഈ വക കാര്യങ്ങളിൽ വലിയ നിർബന്ധ ബുദ്ധി ഉള്ള ആളായിരുന്നു. കൊടുക്കാവുന്ന സർട്ടിഫിക്കറ്റുകളും നൽകാവുന്ന സേവനങ്ങളും അത് പരമാവധി നേരത്തെ നൽകിയിരിക്കണമെന്നത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ്. അതായത് ഉദ്ദേശശുദ്ധിയുള്ള ആരോ ആയിരുന്നു അവിടെ ഭരണം നടത്തിയിരുന്നതെന്ന് ചുരുക്കം. കേരളത്തിലെ മുഴുവൻ മുനിസിപ്പൽ ചെയർമാന്മാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഈ മാതൃക പിന്തുടർന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളെ പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ടുള്ളൂ. പക്ഷെ പല പഞ്ചായത്ത് ഭരണസമിതികളും തങ്ങളുടെ ശിങ്കിടികളായ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ജനങ്ങളെ ഭീഷണിപ്പെടുത്തി പണം ഉണ്ടാക്കുവാനുള്ള അവസരമായി ഉപയോഗിക്കുകയാണ് അവർക്ക് കിട്ടുന്ന ഭരണകാലം. ഇത് തന്നെയാണ് വില്ലേജ് ഓഫീസുകളിലും താലൂക്ക് ഓഫീസുകളിലും നടക്കുന്നത്. കൈക്കൂലിയില്ലാതെ ഒരു കാര്യവും നടക്കില്ല. വില്ലേജ് ഓഫീസുകളിൽ വരുന്ന സാധാരണ ജനമാണ് തങ്ങൾക്ക് ശമ്പളം തരുന്നതെന്ന ബോധ്യം ഉദ്യോഗസ്ഥന്മാർക്ക് എന്നുണ്ടാകുന്നുവോ അന്ന് മാത്രമേ ഈ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ. പഞ്ചായത്ത് സെക്രട്ടറിമാരായും വില്ലേജ് ഓഫീസർമാരായും ചുറുചുറുക്കുള്ള നിയമം പഠിച്ച നല്ല പുതിയ പിള്ളേരെ തിരഞ്ഞെടുത്ത് 1 കൊല്ലത്തെ പരിശീലനം അവർക്ക് നൽകണം. പട്ടാളത്തിലും പോലീസിലും എല്ലാം നൽകുന്നത് പോലെ അവരെ പഠിപ്പിക്കേണ്ട 2 പുസ്തകങ്ങൾ ആനന്ദിൻ്റെ മരണ സർട്ടിഫിക്കറ്റും മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യന്ത്രവുമാണ്. മരണമടഞ്ഞ പിതാവിൻ്റെ ശവം ദഹിപ്പിച്ച ശ്മശാന കാവൽക്കാരൻ്റെ അടുത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി ദിവസങ്ങളോളം കയറിയിറങ്ങി നടന്ന ഒരു മകൻ്റെ കഥയാണ് ആനന്ദ് വരച്ചു വച്ചിരിക്കുന്നത്. ദിവസങ്ങൾ മാസങ്ങളായി മാറി. ഒടുവിൽ ശ്മശാനം സൂക്ഷിപ്പുകാരൻ ഈ പിതാവ് ജനിച്ചുവെന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ മാത്രമേ മരണ സർട്ടിഫിക്കറ്റ് നൽകുവാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നു. ഇതാണ് ഇന്ന് നമ്മുടെ ഭരണ സംവിധാനത്തിൽ നടക്കുന്ന ഒരു പ്രധാന കാര്യം.
ചീഫ് സെക്രട്ടറിയായി വിരമിച്ച കെ ജയകുമാർ പറഞ്ഞ ഒരു കാര്യവും കേൾക്കാതെ പോകരുത്. വളരെ പ്രശസ്തമാണ്. പ്രശസ്ത സിനിമാ നടനായ ബഹദൂർ കലാകാരനാണെന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടി സാംസ്കാരിക സെക്രട്ടറി ആയിരുന്ന ജയകുമാറിന് അപേക്ഷ നൽകുന്നു. അദ്ദേഹം അപ്പോൾ തന്നെ നടപടികൾ സ്വീകരിക്കാൻ താഴെത്തട്ടിലേക്ക് അയച്ചു. കുറേ ദിവസമായിട്ടും സർട്ടിഫിക്കറ്റ് ലഭിക്കാതിരുന്നതിനാൽ ആദരണീയനായ ബഹദൂർ വീണ്ടും വകുപ്പ് സെക്രട്ടറി ജയകുമാറിനെ സമീപിക്കുന്നു. അദ്ദേഹം കീഴുദ്യോഗസ്ഥനെ വിളിച്ച് ഫയലുകളുമായി വരാൻ പറയുന്നു. എല്ലാം റെഡിയാണ്. പക്ഷേ ഇദ്ദേഹം ഒരു കലാകാരനാണെന്ന സർട്ടിഫിക്കറ്റ് തഹസീൽദാരിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്തതിനാൽ ഇദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് നൽകാൻ നിർവാഹമില്ലെന്ന് ഫയലിൽ എഴുതി വച്ചിരിക്കുകയാണ്. ജയകുമാർ കീഴുദ്യോഗസ്ഥനോട് ചോദിച്ചു, നിങ്ങൾക്കറിയാമോ ബഹദൂർ ഒരു കലാകാരനാണെന്ന്? നിങ്ങൾ ബഹദൂറിന്റെ സിനിമകൾ എത്രയെണ്ണം കണ്ടിട്ടുണ്ട്? അക്കാലത്ത് ഒരുമാതിരിപ്പെട്ട സിനിമകളിലെല്ലാം ബഹദൂർ ഉള്ളതുകൊണ്ട് ഇയാൾ അതെല്ലാം കണ്ടിട്ടുമുണ്ട്. ജയകുമാർ പ്രതികരിച്ചു, ഫയൽ ഇങ്ങോട്ട് തരിക, ഞാൻ ഇയാൾ കലാകാരനാണെന്ന വിവരം രേഖപ്പെടുത്തി നൽകാം. നമുക്ക് ഉത്തമ ബോധ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വില്ലേജിൽ നിന്നും താലൂക്കിൽ നിന്നുമെല്ലാം രേഖകൾ ആവശ്യപ്പെടുന്നത്. ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ, അതായത് കളവായിട്ടല്ലെങ്കിൽ, ധൈര്യമായി സർട്ടിഫിക്കറ്റ് നൽകാമെന്നാണ് കെ ജയകുമാർ നൽകിയ സന്ദേശം. ഇതുപോലെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ഫയലുകൾ വെച്ച് താമസിപ്പിക്കുമ്പോഴാണ് മേലുദ്യോഗസ്ഥന്മാരെ കാണുവാൻ വേണ്ടി താലൂക്കിലും ജില്ലാ ആസ്ഥാനത്തും സെക്രട്ടേറിയറ്റിലും ഒക്കെ പോകേണ്ടി വരുന്നത്. അതിനവസരമുണ്ടാക്കരുതെന്ന് തന്നെയാണ് ഞങ്ങൾക്കിനിയും പറയാനുള്ളത്. ജനങ്ങളുടെ നികുതി പണത്തിൽ അതിൽ നിന്ന് ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരെ സാറേ എന്ന് വിളിക്കാതെ തങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന സാധാരണക്കാരനെ തങ്ങൾക്ക് ശമ്പളം തരുന്നവനെന്ന നിലയിലെങ്കിലും സാറേ എന്ന് വിളിക്കുന്ന ഒരു സംസ്കാരം ഈ നാട്ടിലുണ്ടാവണം. സാറേ എന്ന് വിളിച്ചില്ലെങ്കിലും അക്ഷരവ്യത്യാസമില്ലാതെ വിളിക്കുന്ന ഒരു സാഹചര്യമെങ്കിലും ഉണ്ടാകുന്നത് നല്ലതാണ്. ഇവിടെ വില്ലേജ് ഓഫീസിൽ കാര്യങ്ങൾ നടത്താൻ വരുന്നവരോട് വളരെ മോശം രീതിയിലാണ് പല വില്ലേജ് ഉദ്യോഗസ്ഥന്മാരും പെരുമാറുന്നത്. അവരെന്തോ ഔദാര്യം ചോദിച്ചു വരുന്നവരായിട്ടാണ് ഇവർ കരുതുന്നത്. ഒരു വില്ലേജ് ഓഫീസർക്ക് സർക്കാർ ഖജനാവിൽ നിന്നും മാസാമാസം എത്രായിരം രൂപയാണ് ശമ്പളവും മറ്റ് അലവൻസുകളുമായി കിട്ടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശമ്പളം കൈനീട്ടി വാങ്ങുന്നവൻ അത് ചിന്തിച്ചാൽ മുന്നിൽ വരുന്നവനോട് ഈ രീതിയിൽ പെരുമാറില്ല. ഒടുവിൽ അവൻ പെൻഷൻ പറ്റുമ്പോൾ അവന് കിട്ടുന്നത് 1 കോടിയോ അതിൽ കൂടുതലോ ആയിരിക്കും. പറയുമ്പോൾ ഞങ്ങൾ പണിയെടുത്തതിൻ്റെ ബാക്കി പത്രമാണെന്ന് പറയും. തിരുമുൻപിൽ അപേക്ഷയുമായി വന്നവനെ അവഗണിച്ചു വിടുന്നതല്ലായിരുന്നോ പണി? പിന്നെ കാര്യം നടത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാവുന്നത് മുഴുവൻ പിടിച്ചു പറിച്ചിട്ടുമുണ്ട്. അതില്ലാതെ കാര്യം നടക്കില്ലെന്ന് നമുക്കറിയാം. അതായത് അരിയും തിന്ന് ആശാരിയും കടിച്ചിട്ടും പിന്നെയും മുറുമുറുപ്പ് പട്ടിക്കാണ്. നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ പെൻഷൻ കാശ് നൽകുമ്പോൾ ഇവിടെ അരി മേടിക്കാൻ ഗതിയില്ലാത്തവനും GST അടച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കണം. ഒന്നാമത് ഒരു മാസം 30,000 രൂപയിൽ കൂടുതലുള്ള പെൻഷൻ തുക നിർത്തലാക്കണം. ഒരു കുടുംബത്തിന് ഒരു ദിവസം 1000 രൂപയിൽ കൂടിയ ചെലവൊന്നുമില്ല. ഒരു പുതിയ ജില്ല രൂപീകരിക്കുന്നതിന് പകരം ഇപ്പോഴുള്ള ഒരു ജില്ലയിൽ വൃദ്ധരായ മാതാപിതാക്കൾക്ക് വയസ്സുകാലത്ത് താമസിക്കുവാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു റിട്ടയർമെൻറ്റ് ഹോം പണിയുകയാണ് വേണ്ടത്. കാരണം മക്കളും കൊച്ചുമക്കളും ജീവിക്കാൻ വേണ്ടി അന്യ നാടുകളിലേക്ക് കുടിയേറിപ്പോകുമ്പോൾ ഇവിടെ ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കൾക്ക് സർക്കാർ തന്നെ ഒരു അഭയകേന്ദ്രം നൽകുന്നത് നന്നായിരിക്കും. അത് സർക്കാർ നേരിട്ട് തുടങ്ങണമെന്നില്ല. അടിസ്ഥാന വികസനത്തിൻ്റെ ഭാഗമായി ഇത് ചെയ്യുവാൻ തയ്യാറുള്ള പരിചയസമ്പന്നമായ സ്ഥാപനങ്ങളെ കൊണ്ട് ചെയ്യിക്കുക, വ്യക്തികളെ കൊണ്ട് ചെയ്യിക്കുക. അതിന് മാന്യമായ ഒരു തുക ഫീസായി വയ്ക്കുക. അപ്പോൾ മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. ആവുന്ന കാലത്ത് ഈ നാടിനു വേണ്ടി കഴിയുന്നത്ര സംഭാവനകൾ നൽകിയിട്ടുള്ളവരാകാം ഈ വൃദ്ധ മാതാപിതാക്കൾ. ഇപ്പോൾ തന്നെ ശമ്പളവും പെൻഷനും ഓഫീസ് കെട്ടിടവും ഉപകരണങ്ങളും എല്ലാമായി ഭരണച്ചെലവ് കുതിച്ചുയരുമ്പോൾ വീണ്ടും ഭാരിച്ച സാമ്പത്തിക ബാധ്യത തലയിൽ വീഴ്ത്തുന്ന പുതിയ ജില്ലകളും താലൂക്കുകളും വില്ലേജുകളുമൊക്കെ വേണോ എന്ന് പൊതുസമൂഹം ആദ്യം ചർച്ച ചെയ്യട്ടെ. സേവനം മെച്ചപ്പെടുത്തുകയല്ലേ വേണ്ടത്? അതിന് ജില്ലയല്ല ഒറ്റമൂലി, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയാണ് വേണ്ടത്.